നിരന്തരമായുള്ള നിലപാട് മാറ്റങ്ങളുടെ പേരിൽ പരിഹാസവും വിമർശനവും നേരിടുന്ന ആളാണ് 2020 വേണ്ടി മത്സരിച്ച് തോറ്റ സ്ഥാനാർത്ഥി അഖിൽ മാരാർ. താൻ BJPക്കൊപ്പം ഇല്ലെന്ന് പറഞ്ഞ അഖിൽ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് BJPയുടെ സഖ്യകക്ഷിയായ 2020കൊപ്പം ചേർന്നു. എന്നാൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് തൊട്ടു പിന്നാലെ സാബു ജേക്കബിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ആ പാർട്ടി വിടുകയും ചെയ്തു. ഈ പാർട്ടി മാറ്റം ഉൾപ്പെടെയുള്ള നിലപാട് മാറ്റങ്ങളിൽ കഴിഞ്ഞ ദിവസം 24 ന്യൂസിലെ ജനകീയ കോടതി എന്ന പരിപാടിയിൽ അഖിൽ മാരാർ പ്രതികരിച്ചിരുന്നു. എന്നാൽ താൻ ചെയ്തതാണ് ശരിയെന്ന് ന്യായീകരിക്കാൻ മാരാർ ശ്രമിച്ചതോടെ അവതാരകനായ ഹാഷ്മി അത് കൃത്യമായി ചോദ്യം ചെയ്തു. അതോടെ ഉത്തരം പറയാൻ പോലും മാരാർ കഷ്ടപ്പെടുന്നതും കാണാമായിരുന്നു. മഹാത്മാഗാന്ധി വരെ നിലപാട് മാറ്റിയിട്ടുണ്ടെന്ന് അഖിൽ പിന്നീട് പറയുന്നു. അതോടെ അവതാരകനായ ഹാഷ്മി അത് ചോദ്യം ചെയ്തു. താൽക്കാലിക നേട്ടത്തിന് വേണ്ടി നിലപാട് മാറുന്ന അഖിൽ മാരാർ ഗാന്ധിജിയുമായി താരതമ്യപ്പെടുത്തുന്നത് അശ്ലീലമാണെന്ന് ഹാഷ്മി പറഞ്ഞു. അതോടെ അഖിൽ വീണ്ടും വിശദീകരിച്ചു. ഞാൻ പറഞ്ഞത് ഗാന്ധി തന്നെ ഒരിക്കൽ പറഞ്ഞ കാര്യമാണ്. അതായത് നിങ്ങൾ എന്നോട് ഒരിക്കൽ ചോദിച്ച ചോദ്യത്തിന് ഞാൻ അന്ന് നൽകിയ ഉത്തരം തന്നെ ആയിരിക്കില്ല ഞാൻ പിന്നീട് നൽകുന്നത്. കാരണം ആ നിലപാടുകൾ മാറും. പക്ഷേ ആ നിലപാട് സത്യത്തിനൊപ്പമാണോ എന്ന് മാത്രം നിങ്ങൾ പരിശോധിച്ചാൽ മതി എന്നാണ്. അമ്മ ചൂണ്ടിക്കാണിച്ച ആളാണ് നമ്മുടെ അച്ഛൻ. അമ്മ ഇതല്ല നിന്റെ അച്ഛൻ എന്ന് പറഞ്ഞാൽ മതി, അത് മാറും. ഇതൊക്കെയാണ് പിന്നീട് അഖിൽ മാരാർ പറയുന്നത്. ഈ അഭിമുഖം കഴിഞ്ഞതോടെ അഖിൽ മാരാരുടെ യഥാർത്ഥ മുഖം വെളിച്ചത്ത് വന്നിരിക്കുകയാണ്. കാരണം ഇലക്ഷൻ തന്നെ ചതിച്ചിട്ടാണ് സാബു തൃക്കാക്കര മത്സരിപ്പിച്ചത് എന്നും സാബുവിനോട് കലിപ്പായി എന്നുമൊക്കെ അഖിൽ മാരാർ പറഞ്ഞിരുന്നു. ആ ഡേറ്റുകളൊക്കെ ഹാഷ്മി കൃത്യമായി ചോദിക്കുകയും ചെയ്തിരുന്നു. പിന്നീട് അവിടെ ഒരു വീഡിയോ കാണിക്കുന്നു. അത് അഖിൽ മാരാരുടെ പ്രസംഗമായിരുന്നു. മാരാർ അതിൽ പറയുന്നത് ഫെബ്രുവരി 25 ഞാൻ സാബു ജേക്കബിനോട് പറയുകയാണ്, സാർ തൃക്കാക്കര എനിക്ക് വേണം, ഞാൻ തൃക്കാക്കര മത്സരിക്കാൻ തയ്യാറാണ്. അപ്പോൾ സാബു ജേക്കബ് എന്നോട് പറഞ്ഞു നമ്മുടെ A ക്ലാസ് മണ്ഡലം വേറെയുണ്ട്. ഞാൻ അപ്പോൾ പറഞ്ഞത് തൃക്കാക്കര നമുക്ക് ജയിക്കാൻ പറ്റും. അങ്ങനെ ഞാൻ തീരുമാനിച്ച് ഉറപ്പിച്ച് തെരഞ്ഞെടുത്ത മണ്ഡലത്തിലേക്ക് എന്നെ എത്തിച്ചത് ഈശ്വരൻ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതാണ് മാരാർ പറയുന്നത്. ഇത് കേട്ടതോടെ ഹാഷ്മി ഒരു വല്ലാത്ത കൊലച്ചിരിച്ചിരിക്കും. എന്താണ് അഖിലേ ഈ പറയുന്നത് എന്ന് ചോദിക്കും. വെയിറ്റ് ചെയ്യൂ, ഞാൻ മറുപടി പറയാം, ഹാഷ്മി കളിയാക്കി ചിരിക്കല്ലേ എന്ന് മാരാരും പറയും. ചിരി തുടർന്നതോടെ സമനില തെറ്റിയ മാരാർ പിന്നീട് വിരൽ ചൂണ്ടി ക്ഷുഭിതനായി സംസാരിക്കും. ഗാന്ധിജിയുമായി സ്വയം ഉപമിച്ചതോടെ ഹാഷ്മി മാരാരുടെ പെട്ടിയിൽ അവസാനത്തെ ആണയും അടിക്കുന്നു. അങ്ങനെ ഇന്ന് അഖിൽ മാരാർ രാഷ്ട്രീയവും വിവാദങ്ങളും എല്ലാം മതിയാക്കുന്നു എന്ന രീതിയിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റും ഇട്ടിട്ടുണ്ട്. ദിലീപിന് വേണ്ടി പലതവണ എന്നെ വിളിച്ചിട്ടുള്ള നാദിർഷ ദിലീപിന്റെ ജീവിതം തകർത്ത PT തോമസിന്റെ ഭാര്യ മത്സരിക്കുന്ന തൃക്കാക്കര മണ്ഡലത്തിലെ വോട്ടറായിട്ട് കൂടി എനിക്കൊരു ആശംസ പോലും നൽകിയില്ല എന്നും പിഷാരടിക്ക് വേണ്ടി പ്രോഗ്രാം ചെയ്തു കൊടുക്കാൻ പോയി എന്നുമൊക്കെ മാരാർ പറയുന്നു. അതുപോലെ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയുടെ പല തീരുമാനങ്ങളും ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നു എന്ന് കണ്ടപ്പോൾ മുഖ്യമന്ത്രിയെ ശക്തമായി എതിർത്തു. അതിന്റെ പേരിൽ സർക്കാരിന്റെയും പാർട്ടിയുടെയും ശത്രുവായി മാറിയെന്നും അഖിൽ മാരാർ പറയുന്നു. രാമക്ഷേത്രത്തിൽ ക്ഷണിച്ചിട്ട് പോലും പോകാത്ത ഞാൻ വേടന്റെ രാമനെ കുറിച്ചുള്ള പ്രസ്താവനയെ എതിർത്തിരുന്നു. അതോടെ ദളിത് സമൂഹം അനാവശ്യമായി എന്റെ ശത്രുവായി. സത്യത്തിൽ വേടനെ എന്നെയും എനിക്ക് വേടനെയും വലിയ ഇഷ്ടമാണ്. ഞങ്ങൾ വിളിച്ച് സംസാരിക്കുന്നവരാണെന്നും മാരാർ ഇപ്പോൾ ഓർക്കുന്നുണ്ട്. ഇങ്ങനെ എല്ലാം ഏറ്റുപറഞ്ഞ ശേഷം എന്റെ സത്യം തിരിച്ചറിയുന്ന ഒരു ശക്തി എന്റെ കൂടെയുണ്ട്. വിരലിൽ എണ്ണാവുന്ന കൂട്ടുകാർ മാത്രമേ അന്നും ഇന്നും എനിക്കുള്ളൂ. എന്റെ ശബ്ദം ഇനി എനിക്ക് വേണ്ടി മാത്രമായി ഒതുക്കി സന്തോഷത്തോടെ ഞാൻ എന്റെ കുടുംബത്തിന് വേണ്ടി ജീവിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അഖിൽ മാരാർ ആ പോസ്റ്റ് അവസാനിപ്പിക്കുകയാണ്. എന്നാൽ ഇറാനും അമേരിക്കയുമായുള്ള സംഘർഷം കൂടി തീർക്കണമെന്നും ഹോർമുസ് കടലിടുക്ക് ലോക രാജ്യങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കണമെന്നും അതിനുശേഷമേ അഖിൽ മാരാർ പൊതുജീവിതം അവസാനിപ്പിക്കാൻ പാടുള്ളൂ എന്നുമൊക്കെയാണ് പരിഹാസ രൂപത്തിൽ അവിടെ വരുന്ന കമന്റുകൾ.